ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചായൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത്. 2 വൃക്കകളും തകരാറിലായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയുടെ കൂടുതൽ വിവരങ്ങൾ കാണാനും അറിയുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലൊന്ന് കയറി നോക്കണം. അച്ചായൻ ആർമി ഫാമിലി എന്നൊരു ഫേസ്ബുക്ക് പേജ്, നമ്മുടെ സെയിം പേരിലൊരു ഫേസ്ബുക്ക് പേജുണ്ട്. അതിലതിൻ്റെ ഡീറ്റെയിൽ, അദ്ദേഹത്തിൻ്റെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്, 2 കിഡ്നിയും തകരാറിലായിരിക്കുകയാണ്, പൂർണ്ണമായിട്ടും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് വിവരങ്ങളെന്നുള്ള എല്ലാ ഡീറ്റെയിലും ആ വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് 1 മിനിറ്റെങ്കിലും സമയം മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് അതിൽ കയറി ആ വീഡിയോ ഒന്ന് കാണാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. കണ്ടിട്ട് സഹായിക്കണോ വേണ്ടയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ആ വീഡിയോ ഒരാൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ചെയ്തു തരുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എന്ന് മാത്രമേ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് സഹായങ്ങൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് കൂടി ചേരുമ്പോൾ അത് വലിയൊരു സഹായമായി മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് 1 മിനിറ്റെങ്കിലും മാറ്റിവെക്കാനായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്നെങ്കിൽ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ അച്ചായൻ ആർമി ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജിൽ കയറിയാൽ ലാസ്റ്റ് കിടക്കുന്ന വീഡിയോ, ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കിടക്കുന്നതിൽ ഫസ്റ്റ് കിടക്കുന്ന വീഡിയോ അതാണ്. അതൊന്ന് കയറി കണ്ട് പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഷെയറെങ്കിലും, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജീവന് വേണ്ടിയിട്ടുള്ളൊരു യാചനയാണ്, അഭ്യർത്ഥനയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പണമില്ലായിരിക്കാം. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ വീഡിയോ എത്രയോ ആളുകളിലേക്കാണ് എത്തിപ്പെടുന്നത്. അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സഹായിക്കാൻ തോന്നിയാൽ അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ്. അതുകൊണ്ട് തന്നെ ആരും ഉപേക്ഷ വിചാരിക്കരുത്. ദയവായിട്ട് ആ വീഡിയോ ഒന്ന് കാണണം, ഷെയർ ചെയ്യണം, സഹായിക്കണം. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വരുന്നത്. എന്തൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഫേസ്ബുക്കിലേക്ക് കയറി പോകാനോ മാറാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ അതിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുന്നൊരു കാരുണ്യ പ്രവൃത്തിയാണ്. നമ്മുടെ ഈ നാട് മുഴുവൻ അതിനായിട്ട് ഒരുമിച്ച് ചേർന്ന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതെല്ലാം പൂർണ്ണമായിട്ടുള്ള എല്ലാ ആളുകളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് ഇതിൻ്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ ചെയ്യാറില്ല. നേരത്തെയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യാറില്ല. കാരണം അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. എല്ലാവരുടെയും സാന്നിധ്യം ഉറപ്പ് വരുത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, എല്ലാവരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാവും. ആൾക്ക് കുറച്ച് സീരിയസ് ആണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കയറി കാണാം. ആ ചെറുപ്പക്കാരൻ്റെ വീഡിയോയും എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിലുണ്ട്. കാണാൻ മറക്കരുത്. ആ ഒരു കാര്യം അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത്. കയറി കാണണം, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു റിക്വസ്റ്റാണ്, അപേക്ഷയാണ്. അപ്പോൾ എന്തായാലും ആരും തട്ടിമാറ്റി പോവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.